ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹു കീപ്സ് ഓൺ ഗോയിങ് വെൻ ടൈംസ് ആർ ഹാർഡ്. പരിശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങളെ പാറിയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവം ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹു കീപ്സ് ഓൺ ഗോയിങ് വെൻ ടൈംസ് ആർ ഹാർഡ്. യാക്കോസ്ലിയുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. പരിശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ അവൻ പരിശോധനകളെ അതിജീവിച്ചാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഒന്നിൻ്റെയും ഒരവസാനമല്ല. ക്രിസ്തീയ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ജീവകിരീടം ലഭിക്കണമെങ്കിൽ പരീക്ഷയിൽ കൂടി കടന്നു പോകണം. 2 കൊറിന്ത്യർ 1-ന്റെ 5 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ നിങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ശിഷ്യന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വില കൊടുത്ത് കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് സ്തോത്രം, ക്രിസ്ത്യാനികളായ നമ്മൾക്ക് സ്തോത്രം അധികമായി ശക്തി നൽകുന്ന സാക്ഷ്യങ്ങളാണ്. കഷ്ടതകളുടെ നടുവിൽ ആശ്വാസത്തിനായി ദൈവം കൃപയെ അയക്കും, വചനം തരും. പൗലോസിന് സഹിക്കുവാൻ കഴിയാത്ത ശൂലം ഉണ്ടായിരുന്നു. കഷ്ടതയുടെ ആ ശൂലം നീങ്ങിപ്പോകുവാൻ പൗലോസ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ശൂലം നീങ്ങിപ്പോയില്ല. പകരം കർത്താവ് പറഞ്ഞതെന്താണ്? 2 കൊറിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ബൈബിളിൽ ഓരോ പുസ്തകത്തിലും കഷ്ടതകളിൽ ആശ്വാസവും കൃപയും നൽകുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ന്യായപ്രമാണ പുസ്തകത്തിൽ ഏറെ ആശ്വാസം നൽകുന്ന വാക്യം ആവർത്തന പുസ്തകം 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന മറ്റൊരു വാക്യമാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം
5-6 തിരുവചനങ്ങൾ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഈ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായ ഒരു തിരുവചന ഭാഗമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. സ്തോത്രം. കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒറ്റ കാരണത്താൽ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഉണ്ടാകുന്ന വെല്ലുവിളിയും പരീക്ഷകളും പരിശോധനകളും ധാരാളമായി ഉണ്ടാകും. അത് ഉണ്ടാകണം. അപ്പോഴൊക്കെ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം കൂടെ വരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. ജോഷുവയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ജോഷുവയ്ക്ക് കൊടുക്കുന്ന ധൈര്യം, ആ ധൈര്യമാണ് ജോഷുവയെ മുന്നോട്ട് നയിച്ചത്. പ്രവചന പുസ്തകത്തിൽ നമുക്ക് ഏറെ പ്രത്യാശ നൽകുന്ന മറ്റൊരു വാക്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യാക്കോബേ എന്ന ആ പേരിൻ്റെ സ്ഥാനത്ത് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെ കേൾക്കുന്ന ഓരോ മക്കളുടെയും പേര് പറഞ്ഞിട്ട് വേണം ആ വചനം വായിച്ച് മുന്നോട്ട് പോകാൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി കിടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്നോട് ചേർന്നൊരാമയും പറയാവൂ? ആമേൻ. ശത്രുക്ക് മേശക അഭിനോകു ഈ 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നമ്മൾ 3 പേരെയല്ലേ എറിഞ്ഞത്, 4മതൊരുവനെ ഞാൻ കാണുന്നു, അവൻ ദൈവപുത്രന് സമനാണ്. ആരായിരുന്നത്? ഈ വചനം പറഞ്ഞ കർത്താവായിരുന്നത്. നീ തീയിലൂടെ കടന്നുപോയ വെന്തുപോകത്തില്ലെന്ന് പറഞ്ഞില്ലേ? ആ ബാലന്മാരുടെ കൂടെ തീച്ചുളയിൽ ഇറങ്ങി വന്ന് അവരുടെ കാൽ വെന്തു പോകാതെ അവരെ അതിൽ നിന്ന് രക്ഷിച്ചു. ആ ദൈവം ഇന്നുമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് അനുഭവത്തിലൂടെ കടന്നുപോയാലും നിങ്ങൾ മുടിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, പൊട്ടിപ്പോകാതെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗീയ കരമുണ്ട്. ആ കരം താങ്ങുന്നതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. വെള്ളത്തിലും നദിയിലും തീയിലും കൂടി കടക്കുമ്പോൾ നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവ് കൂടെയുള്ളതിനാൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. വരും കാലങ്ങളിൽ അത്ര സുഖമുള്ള ഒരു യാത്രയായിരിക്കില്ല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അതേപോലുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണല്ലോ കാര്യങ്ങളൊക്കെ ചേർന്ന് വരുന്നത്. എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. 23 സങ്കീർത്തനം 4 വാക്യത്തിൽ കർത്താവ്, ആ വാക്യത്തിലൂടെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ആശ്വസിപ്പിക്കാനായി ദൈവത്തിൻ്റെ വചനമാകുന്ന വടി എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സമാധാന പ്രഭുവായ കർത്താവിൻ്റെ ആ ശാശ്വതമായ സമാധാനം ആരിലാണ് നിത്യവും കുടികൊള്ളുന്നതെന്നറിയാമോ? ദൈവപ്രസാദമുള്ളവരുടെ ഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ കർത്താവ് ആശംസിച്ച ശാശ്വത സമാധാനം നിലനിൽക്കും. സ്തോത്രം. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ലോകത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം സമാധാനമാണ്. പക്ഷെ കർത്താവ് ആശംസിച്ച സമാധാനം അനുഭവിക്കുന്ന മക്കൾ ഇപ്പോഴുമുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. ഈ സമാധാനം മറ്റെവിടെയും നമുക്ക് ലഭിക്കുകയില്ല, ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടത്തില്ല. ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ആഞ്ഞടിച്ചു കൊള്ളട്ടെ, തളരരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പേമാരിയും ഒക്കെ കണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന മക്കളല്ലേ നമ്മൾ. സ്തോത്രം. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്, അതെല്ലാം സംഭവിക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിൽ ചാരി നിൽക്കുന്ന നീ തെറിച്ചു പോവില്ല. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 3 വാക്യം: യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്, മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ, ഹല്ലേലൂയ,
ആ പ്രകൃതിക്ഷോഭത്തിൽ പെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഇപ്പോൾ കൂടെ നിൽപ്പുണ്ട്. കഷ്ടതകൾ കൊടുങ്കാറ്റ് പോലെയും ചുഴലിക്കാറ്റ് പോലെയും ആഞ്ഞടിക്കാം. ചുഴലിക്കാറ്റ് പോലെ നമ്മെ ചുറ്റിക്കറക്കാം. പതറിപ്പോകരുത്. അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വഴിയുണ്ട്. യോവിൻ്റെ പുസ്തകം 5:19 അങ്ങനെയാണ് പറയുന്നത്. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല. ആമേൻ. തിന്മ നിന്നെ തൊടുകയില്ല. തൊട്ടിട്ടില്ല. അതിൻ്റെ അടയാളമാണ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കഷ്ടതകൾ എത്ര തീവ്രമാണെങ്കിലും കർത്താവിനെ തള്ളി പറയരുത് കേട്ടോ. യോവിൻ്റെ ജീവിതത്തിൽ യോവും ഭാര്യയും കഷ്ടതകളോട് 2 തരത്തിൽ പ്രതികരിച്ചു. കഷ്ടങ്ങൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോൾ ഭാര്യ ദൈവത്തെ ത്യജിച്ചു. അങ്ങനെയുള്ള ഭാര്യമാരും ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. എന്നാൽ ഭർത്താവിനോട് ദൈവത്തെ ത്യജിക്കുവാനായി പറയുന്നു. സ്തോത്രം. യോപ്പച്ചൻ കൊടുത്ത മറുപടി എന്താണ്? യോവ് 2:9 നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. കഷ്ടതകൾ എത്ര തീവ്രമാണെങ്കിലും കർത്താവിനെ തള്ളിപ്പറയരുത്. ഇയ്യോവിൻ്റെ ജീവിതത്തിൽ ഇയ്യോവും ഭാര്യയും കഷ്ടതകളും 2 തരത്തിൽ പ്രതികരിച്ചു. കഷ്ടങ്ങൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോൾ ഭാര്യ ദൈവത്തെ ത്യജിച്ചു. ഭർത്താവിനോടും ദൈവത്തെ ത്യജിക്കുവാനായി പറയുന്നു. ഇയ്യോവിൻ്റെ പുസ്തകം 2:9 നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. ഇപ്രകാരം സ്തോത്രം ഭാര്യയുടെ രൂപത്തിൽ പിശാച് ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന അവസരങ്ങളുണ്ടാകും. നിങ്ങളെ ഈ പെന്തക്കോസ് വിശ്വാസം വിട്ടെറിഞ്ഞ് നിങ്ങൾ മര്യാദക്ക് തിരിച്ച് പള്ളിയിൽ പോകും, കൊന്തയുമില്ല, മാതാവിനോട് പ്രാർത്ഥിക്കും, നോവേനയുമില്ല എന്നൊക്കെ പറയാനും പ്രേരിപ്പിക്കാനും നിന്റെ കൂടെ താമസിക്കുന്നവരുണ്ടാകും. സ്തോത്രം ഇല്ലേ? ഇയ്യോവിൻ്റെ ഭാര്യയെ പോലെ സംസാരിക്കുന്ന വ്യക്തികളില്ലേ? ഉണ്ടെന്നേ, ഉണ്ട്. അവർക്ക് കൊടുക്കാനൊരു മറുപടിയുണ്ട്. ഇയ്യോപ്പച്ചൻ പറഞ്ഞത്. എന്നാൽ ഇയ്യോവ് ദൈവം നൽകിയ കഷ്ടതകളെ സ്വീകരിച്ച് ഇങ്ങനെ പറഞ്ഞു. നീതിമാൻ അനർത്ഥങ്ങൾ അനവധിയാണ് കേട്ടോ. സ്തോത്രം. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവഭക്തനാണെന്ന് കരുതി ജീവിതത്തിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും കടന്നു വരുത്തുന്നതില്ല, വരാതെ ഇരിക്കത്തില്ല. വരും വരും വരും. പക്ഷെ ഈ ഓപ്പച്ചൻ ഭാര്യയെ കൊടുത്ത മറുപടി എന്താണെന്നറിയാം? യോവ് 2:10 ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. സ്തോത്രം. കർത്താവിൻ്റെ കൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ, വേദനയുടെ ഒരു സഞ്ചാരമാണ്. പക്ഷെ അതെല്ലാം നമ്മളെ തകർക്കാനുള്ളതല്ല, നമ്മുടെ കർത്താവുമായിട്ടുള്ള യാത്രയിൽ നമ്മളെ ശക്തീകരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന വഴിയെ നടക്കേണ്ടി വരും എന്നാണ് വചനം പറയുന്നത്. കർത്താവ് ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയി ആ വഴികളിലൂടെ എല്ലാം നമ്മളും കടന്നു പോകണം. പക്ഷെ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇയ്യോവിൻ്റെ ഭാര്യയെപ്പോലെ പിന്തിരിപ്പിക്കാൻ കുറേ പിശാചുക്കൾ കുടുംബങ്ങളിലുമുണ്ട്, കൂട്ടായ്മകളിലുമുണ്ട്, ദേശങ്ങളിലുമുണ്ട്. ദൈവം പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കാം. പാപത്തിൻ്റെ ശിക്ഷയായ കഷ്ടങ്ങൾ വരാം. നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ യഹോവ ജനങ്ങളെ ജലപ്രളയത്താൽ നശിപ്പിച്ചു. ജീവിതത്തിൽ യാതൊരു തെറ്റും ചെയ്യാതെയും കഷ്ടങ്ങൾ വരാം. പിറവിയിലെ കുരുടനായി ജനിച്ചവന്റെ ജീവിതം അതിനുദാഹരണമാണ്. ഇവൻ എന്തുകൊണ്ട് കുരുടനായി ജനിച്ചു എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞത്, ഇവനോ ഇവന്റെ അപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും എന്നാണ്. ജീവിതത്തിലെ സകല കഷ്ടങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ സകല സഹനങ്ങളെയും മധുരമാക്കി തീർക്കാം. സഹനങ്ങളും കഷ്ടങ്ങളും സാരമല്ല, ദൈവകൃപ മാത്രം മതി. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കഷ്ടതകളെയും സഹനങ്ങളെയും പീഡകളെയും സഹിക്കുവാനുള്ള ശക്തി അവിടെ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഇയ്യോബ് അപ്പച്ചനെ പോലെ സ്തോത്രം പറയുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി നന്ദി പറയും. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളിൽ തകർന്നു പോകാതെ, നുറുങ്ങിപ്പോകാതെ, പുറുപുറുക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പ്രിയ മാതാപിതാക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കും. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികളിൽ മക്കൾ വീണുപോകാതെ സ്വർഗീയ സംരക്ഷണം വലയത്തിൻ കീഴിൽ കുഞ്ഞുങ്ങളെ കാക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കരയിലൂടെയും സമുദ്രത്തിലൂടെയും ആകാശത്തിലൂടെയും യാത്ര ചെയ്യുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, വിശുദ്ധരെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും സ്വർഗത്തിൻ്റെ ശക്തിക്കാൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. വിശേഷാൽ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഭാര്യ വിശ്വാസിയായതുകൊണ്ട് ആ വിശ്വാസത്തെ എതിർക്കുന്ന ഭർത്താവ് മുഖാന്തരം ഓരോ നിമിഷവും അഗ്നിയിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ വിഷയങ്ങൾ നിന്റെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് അത്തരത്തിലുള്ള ഭർത്താക്കന്മാരുടെ കണ്ണുകളെ തുറക്കണം. യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള സ്വർഗീയ ജ്ഞാനം അവരുടെ മേൽ പകരണമേ. ദുഷ്ടൻ കൊണ്ടേയിടുന്ന അത്തരത്തിലുള്ള യുദ്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ കണ്ട് വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഈ വർഷം തന്നെ അനുഗ്രഹിക്കപ്പെട്ട തക്കതായ തുണയെ കൊടുത്ത് നിന്റെ മക്കളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ സാറാമ്മച്ചയുടെ ഗർഭപാത്രത്തെ തുറന്നതുപോലെ, ഹന്നായുടെ ഗർഭപാത്രത്തെ തുറന്നതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, തലമുറകളെ കൊടുത്ത് നിന്റെ മക്കളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അകത്തു നിന്നും പുറത്തു നിന്നും ഉയരുന്ന എല്ലാ യുദ്ധ വെല്ലുവിളികളെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അടിയങ്ങൾ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആവേ, നിന്റെ രണ്ടാമത്തെ വരവിനെ സ്തോത്രം. വിളിച്ചു പറയുന്ന എല്ലാ ആനുകാലിക സംഭവങ്ങൾ മാനവരാശിയുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് എൻ്റെ വരവിനായി ജനമൊരുങ്ങുവാൻ ലോക ജനതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. നമ്മെ ബലഹീന